എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. സതി എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് സതി. എന്താണ് സതി? ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ ആ ചിതയിലേക്ക് എറിഞ്ഞിട്ട് കൊല്ലുന്ന ഒരു സമ്പ്രദായം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു, നിർത്തലാക്കി. പക്ഷെ ഇന്നും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ സതി നടപ്പിലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണിത്. ഭർത്താവിനില്ലാട്ടോ കേസ്. ഭാര്യ മരിച്ചാൽ ഭർത്താവിനെടുത്ത് ആ ചിതയിലേക്ക് ഇടില്ല. അയ്യോ, അങ്ങനെയില്ല. ഭർത്താവ് മരിച്ചാൽ പിന്നെ ഭാര്യ വേണ്ട, ആ പെണ്ണ് വേണ്ട. പെണ്ണ് മരിച്ചാലോ ആണിന് കുഴപ്പമില്ല, അടുത്ത കല്യാണം കഴിക്കാം. ഇതാണ് സതി. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക്, അത് ഡിവോഴ്സ് ആയിക്കോട്ടെ, ഭർത്താവ് മരിച്ചിട്ടായിക്കോട്ടെ, ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയതായിക്കോട്ടെ, ആ പെൺകുട്ടിക്ക് രണ്ടാമതൊരു വിവാഹം നിഷിദ്ധമാണ് ഒരു പരിധി വരെ. പ്രത്യേകിച്ച് ഒരു കുട്ടിയുടെ ഉണ്ടെങ്കിൽ പറയണ്ട. കുട്ടിയില്ലാത്ത പെണ്ണാണെങ്കിൽ പിന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകട്ടോ. ഒരു കുഞ്ഞുണ്ടെങ്കിൽ പറയും, ഓ ആ കുഞ്ഞിനെ നോക്കി ജീവിച്ചാൽ പോരെ, ഇനി ഒരു കല്യാണത്തിനൊക്കെ തയ്യാറായി, ഇനി കെട്ടുന്നവൻ എങ്ങനെയുള്ളവനാണ് നമുക്ക് പറയാൻ പറ്റുമോ? ചോദിക്കുന്ന പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണിതെല്ലാം. വേണ്ടെന്നേ, ഇനി ഒരു കല്യാണമൊന്നും വേണ്ട, കഴിഞ്ഞു. ആ പെൺകുട്ടിയുടെ ഭാവി അതോടെ കഴിഞ്ഞു. പക്ഷേ അവളൊരു അത്യാവശ്യം സ്വല്പം തൻ്റെ സാമർഥ്യമൊക്കെയുള്ള കുട്ടിയാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് പോരും. അതല്ല, ഒരു ഇത്തിരി ഉൾവലിവുള്ളൊരു കുട്ടിയാണ് എങ്കിൽ അതിൻ്റെ കഥ അതോടുകൂടി കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും 4 ചുമരുകൾക്കുള്ളിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടും. അതേസമയത്ത് ഒരാണാണെങ്കിൽ 6 മാസം ആവണ്ട, അവനടുത്ത കല്യാണം കഴിക്കും. അതിനൊക്കെ എല്ലാവരും സപ്പോർട്ടായിരിക്കും. ഇത് ചെറിയ പ്രായത്തിലുള്ള ആളുകളുടെ കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പരിധിവരെ ഈ പെൺകുട്ടികളെ, ഈ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളെ നമ്മൾ അങ്ങനെ ആക്കരുത്. ഇപ്പോൾ ഒന്നാമത്തെ വിവാഹം തന്നെ ഒരു മദ്യപാനിയും അങ്ങനെ ഒരു ക്രൂരനായ ഭർത്താവാണെങ്കിൽ അതിൻ്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സൊക്കെ ചെയ്ത് പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിലാക്കി പിന്നെ ഒരു വിവാഹത്തിന് മുതിർന്നാൽ ചോദിക്കും, ആദ്യത്തെ അനുഭവം മറന്നിട്ടാണോ, ഇനിയും അങ്ങനെ തന്നെയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു പരിധിവരെ ചോദ്യം ശരിയാണ്. നമ്മൾക്ക് ആരെയും ചൂഴ്ന്ന് നോക്കിയിട്ട് സ്വഭാവം മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി വരുന്ന ആ പയ്യനും ഇങ്ങനെ തന്നെയാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത് വിവാഹം കഴിക്കാതിരിക്കുന്ന നല്ലത്. പക്ഷേ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് ആ ഒരു അവസ്ഥ അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ, ആ ഒരു ഏകാന്തത. അപ്പം അത് കണ്ടറിഞ്ഞ് നമ്മുടെ കുടുംബാംഗങ്ങൾ പെരുമാറണം. ഒരു നല്ല ബന്ധമൊക്കെ, ഒരബദ്ധം പറ്റി വീണ്ടും അങ്ങനെ തന്നെ ആവണമെന്നില്ല, നല്ലൊരു ബന്ധമൊക്കെ കണ്ടെത്തി അങ്ങനെ വരുന്ന പെൺകുട്ടികളെ ഒരു പുനർവിവാഹം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് നമ്മുടെ വകുപ്പ് കുറച്ച് പൈസയൊക്കെ വെറുതെ തരുന്നുണ്ട്. ഒരു 25,000 രൂപയെന്ന് തോന്നുന്നു, ഇങ്ങനെ പുനർവിവാഹം നടത്തുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്, ആ വിവാഹ ചെലവ് എന്നുള്ള രീതിയിൽ. അത് ചെറുപ്പക്കാരുടെ കഥ. ചെറുപ്പം ആൺകുട്ടികളാണെന്ന് അവർക്കൊന്നും യാതൊരു പ്രശ്നമില്ല, അവർക്ക് വേറെ കല്യാണം കഴിക്കാം. ഓടി വരാനും ചാടി വരാനും ഒക്കെ പെൺകുട്ടികളൊക്കെ തയ്യാറാണ്. അല്ലെങ്കിൽ തന്നെ നല്ല രീതിയിൽ ആലോചിച്ചാലും കല്യാണം നടക്കും. പെൺകുട്ടികളുടെ അവസ്ഥയാണ് ഞാനീ പറയണത്. ആരും ഇല്ല അതിനൊരു സപ്പോർട്ട് ചെയ്ത് അതിനൊരു ജീവിതത്തിലേക്ക് എത്തിച്ചു കൊണ്ടുവരാനായിട്ട്. പിന്നെ ഒരിത്തിരി എന്നെപ്പോലെയൊക്കെ ഒരിത്തിരി ഏജ്ഡായ ആൾക്കാരാണെങ്കിൽ പറയുകയും വേണ്ട. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, മക്കളൊക്കെ ഇത്തിരി അറിവായി കഴിഞ്ഞാൽ ചിലപ്പം മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അയച്ചതാവാം, ഒറ്റപ്പെട്ടു പോകാം, എന്തെങ്കിലും കാരണവശാൽ ഒറ്റപ്പെടാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒറ്റപ്പെടുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു ഏകാന്തത എന്ന് പറഞ്ഞാലുണ്ടല്ലോ, വീട്ടിൽ അത്യാവശ്യം വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മകൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന മകളും മകനും അവരങ്ങനെ ഒരു ജീവിതം, അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇവരുടെ ജീവിതത്തിലേക്ക് ഈ മാതാപിതാക്കളെ, അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, അവരെയും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ കുറച്ച് പ്രശ്നം തീരും. പക്ഷേ ചില മക്കൾ അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അവരൊറ്റപ്പെട്ട് കഴിഞ്ഞാൽ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ആ മാറ്റി നിർത്തുന്ന ആ ഒരു അവസ്ഥ അത് അതിഭയാനകമാണ്, പേടിപ്പെടുത്തുന്നതാണ്. ആ ഏകാന്തത എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്.
അപ്പോൾ മക്കളൊക്കെ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഈ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെ, ഒറ്റപ്പെട്ടില്ലെങ്കിൽ പോലും രണ്ടുപേരും കൂടിയുള്ള മാതാപിതാക്കളെ ആയാലും മക്കളൊന്നും ഒറ്റപ്പെടുത്തരുത്. അവരെ മുഷിഞ്ഞ് സംസാരിക്കരുത്. അവരിനി ഭൂമിയിൽ എത്ര നാൾ, ഈ കഴിഞ്ഞ കാലം ജീവിച്ച അത്രയൊന്നും അവരിനി ജീവിക്കാൻ പോകുന്നില്ല. ഒരു 50, 60, 70 കഴിഞ്ഞ ആളുകളൊക്കെ. അപ്പോൾ അവർക്ക് നല്ലൊരു പരിഗണന കൊടുക്കുക. പിന്നെ ഞാൻ പറയുന്നത്, അവർക്ക് ഒരു കൂട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി സാധിച്ചു കൊടുക്കാൻ ഈ മക്കൾ തയ്യാറാവണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ കേരളത്തിൽ നമ്മളങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കണ്ടു. പ്രായമായ മാതാപിതാക്കളെ വിവാഹം കഴിപ്പിക്കുന്ന മക്കൾ, അത് ഒരു പരിധിവരെ നല്ലതാണ്. അത് അവർക്ക് ആവശ്യമുണ്ട്. അത് അവരുടെ മുഖത്തെ ആ പ്രസാദവും അല്ലേ, ഇനിയുള്ള കാലം ഈ മിണ്ടാതെ അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനായിട്ട് ഒരാളില്ലാതെ അങ്ങനെ കഴിയേണ്ട ഒരു കൂട്ടുണ്ട്. ആ ഒരു സന്തോഷം ഈ വിവാഹം കഴിച്ച ആ പ്രായമായ ആളുകളെയൊക്കെ നോക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണാനുണ്ട്. അവർക്കത് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടത്തി കൊടുക്കാൻ മക്കൾ ബാധ്യസ്ഥരാണ്. അമ്മയാണെങ്കിൽ അതുപോലെ ഏകാന്തത അനുഭവിക്കുന്ന അച്ഛൻ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവരോട് സംസാരിച്ചിട്ട് അവരെ ഒന്നിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കുട്ടികൾ ഒരുക്കി കൊടുക്കണം. ഞാൻ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. ഞാൻ ഏതായാലും അങ്ങനെയൊന്നും ഇനി ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെയൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി. പക്ഷേ പുനർവിവാഹം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ആ മക്കളൊന്ന് കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് അവരെ ഒരു പുതിയ ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ ഉള്ള ഒരു സന്മനസ്സ് കാണിക്കണം, ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കും. നമുക്ക് വീണ്ടും കാണാം കേട്ടോ.